ഇനി നമ്മളൊരു ഹോട്ടലിലേക്കാണ് പോകുന്നത്. അതായത് വൈക്കം ബ്രദേഴ്സ് ഹോട്ടൽ ഒരു അത്ഭുതം തന്നെയാണ്. പടർന്നു പന്തലിച്ച് ഹോട്ടലിനുള്ളിൽ നിൽക്കുന്നത് 200 വർഷത്തിലധികം പഴക്കമുള്ള ഒരു പ്ലാവാണ്. സീസൺ ആയാൽ ചക്ക ഉപയോഗിച്ചുള്ള വെറൈറ്റി വിഭവങ്ങളും ഇവിടെ ലഭിക്കും. ഈ പ്ലാവ് കണ്ടാൽ തോന്നും ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പറമ്പിലാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഹോട്ടലിനുള്ളിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? പക്ഷേ വിശ്വസിച്ചേ മതിയാവും. വൈക്കം കൊച്ചുകവലയിൽ നിന്നും കച്ചേരിക്കവലയിലേക്ക് പോകുന്ന വഴിയിലാണ് ഏവരിലും കൗതുകം നിറച്ചുകൊണ്ട് ബ്രദേഴ്സ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. 45 വർഷമായി ഹോട്ടൽ പ്രവർത്തിക്കുന്നു. ഹോട്ടലിനുള്ളിൽ കാഴ്ച നിൽക്കുന്ന പ്ലാവിന് ഏകദേശം 200 വർഷത്തിലധികം പഴക്കമുണ്ട്. ഇത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല. വിനോദ്, പ്രസാദ് എന്നീ സഹോദരങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്നാണ് ഹോട്ടൽ നടത്തുന്നത്. ഹോട്ടൽ നിർമ്മിച്ചപ്പോൾ എന്തുകൊണ്ട് ഈ പ്ലാവ് മുറിച്ചു മാറ്റിയില്ല എന്ന ചോദ്യത്തിന് കടയുടമയുടെ ഉത്തരമിങ്ങനെ. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കാലത്തുള്ള പ്ലാവാണ്. ഏതാണ്ട് ഒരു 250 വർഷത്തിന് മേൽ പഴക്കമുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാ വൃക്ഷങ്ങളും വെട്ടിക്കളഞ്ഞിട്ട് വീടും കടകളും ഒക്കെ വയ്ക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വൃക്ഷം നിലനിർത്തി കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കടയ്ക്കകത്ത് തന്നെ ഇങ്ങനെ ഒരു സംഭവം നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഇനിയും അത് തുടർന്ന് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അമ്മയുടെ കാലം മുതൽ ഞങ്ങൾ കട തുടങ്ങുന്നതാണ്. ഏതാണ്ട് ഒരു 10-45 വർഷത്തിന് മുകളിൽ 60 വർഷത്തോളമായി കട തുടങ്ങിയിട്ട്. ഇപ്പം ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇപ്പോൾ അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിലുണ്ടാകുന്ന വിഭവങ്ങളാണ് നമ്മൾ കടയിൽ കൊടുക്കുന്നത്. 3 തലമുറ പഴക്കമുള്ള ഹോട്ടലിലെത്തുന്നവർക്ക് ഇവിടുത്തെ രുചിയും ഒരത്ഭുതമാണ്. ചക്ക ഉപയോഗിച്ചുള്ള വെറൈറ്റി വിഭവങ്ങളും ഊണിനൊപ്പം ലഭിക്കും. സീസണായാൽ പ്ലാവ് നിറച്ചും ചക്ക കായ്ക്കും. പല രൂപത്തിലും പല ഭാവത്തിലും. എന്തൊക്കെ സംഭവിച്ചാലും പ്ലാവ് മുറിക്കില്ല എന്ന തീരുമാനത്തിലാണ് കടയുടമകൾ. അപ്പൂപ്പൻ്റെ കാലം മുതൽ നിലനിന്ന് പോരുന്ന ഒരു സ്ഥാനം നമ്മൾ കളയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വീണ്ടും ഇതുപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുകയാണ്. അത് ചില സമയത്ത് ശിവലിംഗത്തിൻ്റെ ഷേപ്പിലുണ്ടാകും, ചില സമയത്ത് അത് കശുമാങ്ങയുടെ കശുവണ്ടിയുടെയും രൂപത്തിലുണ്ടാകും. അത് പല പ്രാവശ്യം എല്ലാ വർഷവും ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഉണ്ടായിരിക്കും. ഈ വർഷം കശുമാങ്ങയായിരുന്നു, അത് മേളിലാണ് ഉണ്ടായത്. അത് താഴ്ത്ത് വീണുപോയി. കാരണം ഇത്രയും വലുതായി കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടേ നറ്റ് പോന്നു. മരങ്ങൾ മുറിച്ചു മാറ്റി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഹോട്ടലും ഹോട്ടൽ ഉടമകളും ഒരത്ഭുതം തന്നെയാണ്. വൈക്കത്തെ ബ്രദേഴ്സ് ഹോട്ടലിൽ എത്തുന്നവർക്ക് മനോഹരമായി ഈ കാഴ്ച ആസ്വദിക്കാമെന്നതിലപ്പുറം ചക്കകൂട്ടിയുള്ള നല്ല കിടിലൻ വിഭവങ്ങൾ കഴിക്കുകയും ചെയ്യാം. ക്യാമറമാൻ ആന്റണി ഗിറഗിരിക്കൊപ്പം സ്നേഹാമോൾ നേടാൻ, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. എന്തായാലും ഒരു ഹോട്ടലിനുള്ളിൽ ഒരു പ്ലാവ് നിൽക്കുകയാണ്. അതിലെ ചക്കകളൊക്കെ എടുത്ത് ഹോട്ടലിൽ വരുന്ന ആളുകൾക്ക് വിഭവങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നു. നമുക്കിപ്പം സ്നേഹമോൾ നേടാൻ ചേരുന്നുണ്ട്. സ്നേഹ, വല്ലാത്തൊരു അത്ഭുത കാഴ്ചയായിരുന്നു അല്ലേ അത്? നമ്മൾ കുറച്ച് കാലങ്ങളായി രസകരമായൊരു ചോദ്യം നമ്മൾ മിക്കവരോടും ചോദിക്കും. കാരണം ഈ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? അതുപോലെ തന്നെയാണ് ഈ വൈക്കത്തെ ബ്രദേഴ്സ് ഹോട്ടലിൻ്റെ കാര്യം. ഈ ഹോട്ടലാണോ അതോ ഈ പ്ലാവാണോ ഉണ്ടായതെന്നുള്ളത് സംശയം വേണ്ട. പ്ലാവ് തന്നെയാണ് ആദ്യം ഉണ്ടായത്. ഏകദേശം 200 വർഷത്തിലധികം പഴക്കമുണ്ട്. കടയുടമകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 250 വർഷം പഴക്കമുള്ള ആ പ്ലാവാണ് എന്നാണ് പറഞ്ഞത്. കടയ്ക്കാണെങ്കിൽ 45 വർഷത്തോളം പഴക്കമുണ്ട്. ഈ തലമുറകളായിട്ട് ഇവർ ഏകദേശം ഒരു 3 തലമുറകളായിട്ടാണ് ഈ കട ഇവർ നടത്തി വരുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ചില കേസുമായൊക്കെ ബന്ധപ്പെട്ട് അതിപുരാതനമായ ഒരു സാധനം നിലനിർത്തണം എന്നൊരു തീരുമാനമൊക്കെ ഉണ്ടായപ്പോൾ അവർ നിലനിർത്തിയത് ആ പ്ലാവിനെയാണ്. അവരുടെ ഇപ്പോഴുള്ള ഈ തലമുറയുടെ മുത്തശ്ശനും അവരുടെ മുത്തശ്ശനും ഒക്കെ ചേർന്നാണ് ഇതിങ്ങനെ നിലനിർത്തണം എന്നൊരു തീരുമാനമെടുത്തത്. ഏതായാലും 2 തലമുറ മാറി വന്നപ്പോഴും അത് നിലനിർത്താനായിട്ടുള്ള അവരുടെ ഒരു തീരുമാനം, അതിൽ അവർ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഈ കടയിലെത്തുന്ന ആളുകൾക്ക് ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക കൗതുകമാണ്. ഈ ഹോട്ടലിനുള്ളിൽ പ്ലാവ് വളരുന്നത് കാണാൻ വേണ്ടി തന്നെ ഈ വൈക്കത്തിൻ്റെ മറ്റ് നാടുകളിൽ, മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ ആളുകൾ അവിടെ വരാറുമുണ്ട്. ഈ ചക്ക സീസൺ ആയാൽ തന്നെ, ഈ സീസൺ അല്ലാത്തപ്പോഴും ചക്ക അവിടെ സമൃദ്ധമായി ഉണ്ട് എന്നാണ് ഈ കടയുടമകൾ പറയുന്നത്. അപ്പോൾ മറ്റ് ജില്ലകളിൽ നിന്നും ആളുകൾ അവിടെ വരുന്നുണ്ട്. ഈ സീസണിൽ വന്നാൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നാൽ അവിടെ കിട്ടുന്ന ഊണിൻ്റെ കൂടെ ചക്ക കൂട്ടിയുള്ള പ്രത്യേക വിഭവങ്ങളും ഒക്കെ ഉണ്ടാകും. അതായത് നമ്മൾ ചക്കയുടെ ഏറ്റവും പുറത്ത് കാണുന്ന ആ മുള്ള് അത് ഒഴികെ ബാക്കി എല്ലാം ഈ ചക്കയുടെ എല്ലാ ഭാഗങ്ങളും വെച്ച് അവർ
കറികളൊക്കെ തന്നെ ഉണ്ടാക്കും. വളരെ രുചിയുള്ള കറികളൊക്കെ തന്നെ അവരുണ്ടാക്കും എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. മറ്റൊരു കാര്യമെന്ന് എടുത്തു പറയേണ്ടതായിട്ടുള്ളത് ആ കടയുടമകളുടെ ഇടപെടലാണ്. നമ്മളവിടെ ചെന്നപ്പോഴും ആര് ചെന്നാലും അവരുടെ ഇടപെടൽ അങ്ങനെയാണ്. നമ്മളെ ഒരു കുടുംബത്തെ പോലെ അവരെ ചേർത്ത് നിർത്തും. ഒരു കൂട്ടുകുടുംബമായാണ് അവർ താമസിക്കുന്നത്. പറഞ്ഞതുപോലെ തന്നെ വിനോദ് അതുപോലെ തന്നെ പ്രസാദ് എന്നീ 2 സഹോദരങ്ങൾ ആണ് ഈ കട നടത്തുന്നത്. അവരങ്ങനെ ഒരു കൂട്ടുകുടുംബമായി വളരെ സന്തോഷത്തോടെയാണ് ഈ കട നടത്തുന്നത്. ഈ കടയുടെ ജോലിക്കാർ എന്ന് പറയുന്നതും അവർ തന്നെയാണ്. പുറത്തുനിന്ന് ആരെയും തന്നെ അവർ ഈ ജോലിക്കാരായിട്ട് ഈ ഹോട്ടലിൽ വെച്ചിട്ടില്ല. അവരുടെ ഭാര്യമാർ, മക്കള്, അങ്ങനെ എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ചാണ് ജീവിക്കുന്നത്. അതായത് ഈ ഒരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു കൗതുക കാഴ്ചയ്ക്ക് ഒരു സന്തോഷമുള്ള ഒരു കാഴ്ചയാണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുന്നത്. അതായത് അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് അവരുടെ അമ്മയെക്കുറിച്ച് പറയാനാണ് 100 നാവ്. ഏകദേശം ഒരു 2 വർഷം മുന്നെയാണ് അവരുടെ അമ്മ മരണപ്പെട്ടത്. അവരുടെ അമ്മ ഉണ്ടായിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളിലും അവരെ ഗൈഡ് ചെയ്യാനായിട്ട് അവരുടെ അമ്മയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ അമ്മയാണ് പറഞ്ഞത് ഈ ചക്ക കൂട്ടിയുള്ള വിഭവങ്ങൾ ഇവിടെ എത്തുന്നവർക്കും കൊടുക്കണമെന്ന് പറയുന്നത്. എന്തായാലും തീർച്ചയായിട്ടും എല്ലാം കൊണ്ടും വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. ഒരു ഹോട്ടലിനുള്ളിൽ ഒരു പ്ലാവ് നിൽക്കുക, അത് എന്നും കായ്ക്കുക, ആ വിഭവങ്ങൾ വരുന്ന ആളുകൾക്ക് കൊടുക്കുക, പിന്നെ മരങ്ങൾ സംരക്ഷിക്കാനുള്ള അവരുടെ ഒരു മനസ്സ്, അതും എടുത്തു പറയേണ്ട, കയ്യടി അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്.